ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ അടുത്ത് വയനാട്ടിലേക്ക് പോയൊരു വൺ ഡേ ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ 4 പേര്, ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ ബ്രോയും. അപ്പോൾ ഞങ്ങൾ 4 പേരടങ്ങുന്ന ഞങ്ങളുടെ ഫാമിലി, പിന്നെ ഞങ്ങളെ നെയ്ബറായിട്ടുള്ള ഒരു താത്തയും അവരുടെ ഫാമിലിയും. ഞങ്ങൾ ഈ 2 നെയ്ബർ ഫാമിലീസും കൂടെയാണ് ഈ ട്രിപ്പ് പോയത്. ആക്ച്വലി ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പൊന്നുമല്ല, അതായത് മുന്നേ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചൊരു ട്രിപ്പൊന്നുമല്ല. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ചൊരു ട്രിപ്പാണ്. കാരണം ഒറ്റ ദിവസം നിന്ന് ഇങ്ങനെ നമുക്കൊരു ട്രിപ്പ് അടിച്ചാലോ അല്ലെങ്കിൽ പോയാലോ എന്നൊരു ടോക്ക് വന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിങ്ങിൽ ഒറ്റ മൈൻഡിൽ ചാടി കയറി പോയൊരു ട്രിപ്പാണ്. അപ്പോൾ ആക്ച്വലി ഇതെന്ന് പറയുന്നത് വെക്കേഷൻ ട്രിപ്പല്ല ഞങ്ങൾ പോയത്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത്. ആനുവൽ എക്സാമിൻ്റെ നടന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. ആനുവൽ എക്സാമിൻ്റെ ആ ഒരു ഗ്യാപ്പ്, അതായത് എക്സാമിൻ്റെ ഇടയിൽ 2-3 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത്. ആക്ച്വലി എക്സാമിൻ്റെ ടൈമിൽ ട്രിപ്പ് പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു വട്ടി കേസാണ്. അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ വയനാട്ടിൽ ആക്ച്വലി കുറച്ചും കൂടെ ലോങ് ആയിട്ട് എവിടേക്കെങ്കിലും പോകണമെന്നായിരുന്നു. പിന്നെ ടൈമില്ല, അതായത് ഒറ്റ ദിവസം കൂടി പോയി വരാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്നൊരു ഡെസ്റ്റിനേഷൻ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് വയനാട്. പിന്നെ ഞങ്ങളെല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് വയനാട്. ആക്ച്വലി ഞങ്ങൾ 4 പേര് പോകുന്നത് ഫസ്റ്റ് ടൈം അല്ല. ഞങ്ങളിതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് വയനാട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണ് വയനാട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുമ്പോൾ പിന്നെ നമ്മൾ ഫെമിലിയർ ആണെങ്കിലും നമ്മൾ പോകുമല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ ആകുമ്പോൾ അത് വേറൊരു വൈബല്ലേ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ ഫസ്റ്റ് കയറിയ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൂക്കോട് ലേക്കിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു പെറ്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ആദ്യം തന്നെ പോയത്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ഉള്ള ഭയങ്കര, അതായത് ഒരു പെറ്റ്സിൻ്റെയും അത് പെറ്റ് ആനിമൽസിൻ്റെ ഒരു വൈഡ് വേൾഡാണ്. അപ്പോൾ ഒരുപാട് കാണാനുണ്ട് അവിടെ. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് പല വെറൈറ്റീസിലുള്ള പൂച്ചകളും പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്നേക്സ് അടക്കമുണ്ട്. അപ്പോൾ ഒരുപാട് കാണാനുണ്ട് അവിടെ. നമ്മളെ എല്ലാം ചുറ്റി കണ്ട് അവരുടെ കൂടെ ഒരുപാട് അനിമൽസിനെ കൊണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചുറ്റും വെറൈറ്റീസ് ഓഫ് ആനിമൽസ്, പെറ്റ്സ്. അപ്പോൾ ഒരു പെറ്റ്സിൻ്റെയൊക്കെ ഒരു വേൾഡാണ്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സിലാണ് നമ്മളിതുവരെ കാണാത്ത ഒരുപാട് ആനിമൽസിനെ കണ്ടു. അപ്പോൾ അവിടുത്തെ ഇതിപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് പോകുമ്പോഴൊന്നും ഇങ്ങനെ ഈ ബേർഡ്സ് പാർക്ക് അവിടെ വന്നിട്ടില്ല. അത് ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. പൂക്കോട് ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ പൂക്കോട് ലേക്കിൽ കയറിയിട്ടില്ല, നേരെ ഇങ്ങോട്ടാണ് കയറിയത്. ഞങ്ങൾ പൂക്കോട് ലേക്കിന് മുമ്പ് പോയിട്ടുണ്ട്. പിന്നെ പൂക്കോട് ലേക്കിൽ ആ ലേക്കും കാര്യങ്ങളൊക്കെയല്ല, അപ്പോൾ ഞങ്ങളതിന് മുമ്പ് പോയിട്ടുണ്ട്. പിന്നെ ഇത് പുതിയ സംഭവം കണ്ടപ്പോൾ ഇവിടെ കയറാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കയറിയതാണ്. അപ്പോൾ അവിടെ തന്നെ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ദെൻ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. പിന്നെ രാവിലത്തെ ഫുഡ് ഞങ്ങൾ രാവിലെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചു. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ആക്ച്വലി രാവിലെ നേരത്തെ പുറപ്പെട്ടല്ല, പിന്നെ കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു 7:30 ഒക്കെ ആയപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഹോട്ടലിൽ കഴിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈത്തിരി ഒരു പുതിയൊരു പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വൈത്തിരി ഫാമിലാണ് ഞങ്ങൾ അതിന് ശേഷം പോയത്. അവിടെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നും കയറിയിട്ടില്ല. അവിടെ ആക്ച്വലി പാർക്കും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. കുട്ടികൾ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ
കുറച്ച് പേര് അവരെ കയറ്റി അവരെ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ വരുന്ന വഴി തേയിലത്തോട്ടം അവിടെ ഇറങ്ങി നല്ലൊരു ഡെസ്റ്റിനേഷൻ നല്ലൊരു പ്ലേസ് കണ്ടപ്പം ഒരു സ്പേസ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ നല്ലൊരു ഹോട്ടലിൽ കയറി കഴിച്ചു. അതിനുശേഷം നേരെ വരുന്നത് ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആയി കാണും. ഞങ്ങൾ അതിന് ശേഷം വരുന്നത് നമ്മുടെ കാരാപ്പുഴ ഡാമിലേക്കാണ്. കാരാപ്പുഴ ഡാം, കാരാപ്പുഴ ഗാർഡൻ, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഞങ്ങൾ അതിന് ശേഷം വരുന്നത്. ഭയങ്കര എൻജോയ്മെൻ്റ് ആയൊരു ഡെസ്റ്റിനേഷനാണ്. വയനാട്ടിൽ വരുന്നവരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷനും കൂടെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൊക്കെ കയറി എൻജോയ് ചെയ്തു. അങ്ങനെ അടിച്ച് പൊളിച്ച് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഈ ഒരു ട്രിപ്പ് ഞങ്ങളെ ലൈഫിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആക്കി തീർത്തു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി ഡിന്നറും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പിറ്റേ ദിവസം പുലർച്ചെ ഒരു 2 മണി ഒക്കെ ആയി കാണും വീട്ടിലെത്തിയപ്പോൾ. അങ്ങനെ ഈ ഒരു അടിപൊളി ട്രിപ്പ് ഈ ഒരു ഡെസ്റ്റിനേഷനും കൂടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഒരു നല്ല ഒരു ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.